അല്ലാഹുവിന്റെ അടിമത്തത്തിൽ എത്തിപ്പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നമ്മൾ അറിയുന്നില്ല. അല്ലാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നില്ല. അല്ലാഹുവിനെ ചെയ്യുന്ന ആരാധനയേക്കാൾ വലുത് അല്ലാഹുവിന് നീ കൊടുക്കുന്ന നിന്റെ മനസ്സിന്റെ അടിമത്തമാണ്. ആ മനസ്സിന്റെ അടിമത്തത്തിന് ശേഷം നീ എന്ത് ചെയ്യേ, ഞാൻ എന്ത് ചെയ്യേ, അതിനുശേഷമാവണം നിസ്കാരം പായയിൽ അല്ലെങ്കിൽ മുസല്ലയിൽ നെറ്റിവെക്കേണ്ടത്. ചിലപ്പോൾ ഒരു സുജൂദ് കൊണ്ട് 1000 കൊല്ലത്തെ സുജൂദിന്റെ നേട്ടത്തെക്കാൾ വലിയ നേട്ടമുണ്ടാവും. വളരെ ചിന്തിക്കണം, ഇത് മനസ്സ് പാകപ്പെടണം. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. എന്തുകൊണ്ട്? വിജ്ഞാനം യഥാർത്ഥ അടിമത്തത്തിൽ മനുഷ്യനെ എത്തിച്ചേർക്കും. ഒരു ഹദീസ് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 1 മണിക്കൂറെങ്കിലും അറിവ് നേടലാണ് എന്നാണ്. എന്തുകൊണ്ട്? യഥാർത്ഥമായ അറിവ് യഥാർത്ഥമായ അടിമത്തത്തിലെത്തിക്കും. ആരുടെ അടിമത്തത്തിൽ? അനന്തനായ, അനാദിയും അനന്തനുമായ റബ്ബിന്റെ അടിമത്തത്തിൽ. അപ്പോൾ അനന്തമായി ഉയരാൻ മനസ്സിന് കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തു നഷ്ടമാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതു കാര്യത്തിലും കൂടുതൽ ആശങ്കാകുലനാവേണ്ട ആവശ്യം എന്താണ്? അല്ലാഹുവിന്റെ അല്ലെങ്കിൽ യഹോവയുടെ ഇറാദത്ത് മശീഅത്തിന്, അവന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം വിശ്വാസികൾക്കുണ്ട്. നമ്മൾ ആരും ഒരു കാര്യത്തിലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ നാം കൂലങ്കശരായി, വല്ലാതെ നാം മാനസിക വ്യഥ അനുഭവിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പോയ സംഗതിയാണ്. എല്ലാം സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും സമാധാനവും സമാധാനക്കേടും എല്ലാം ഇവിടെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. നാം നമ്മുടെ കർമ്മരഥയിൽ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യം ഒരടിമ എപ്പോൾ അടിമയായിത്തീരുന്നു എന്നതിനെ കുറിച്ചാണ്. ഒരടിമ എപ്പോഴാണ് അടിമയായിത്തീരുന്നത്? ആരാധനയേക്കാൾ വലുതാണ് ദൈവിക അടിമത്തത്തിൽ ഒരാൾ സർവവും സമർപ്പിക്കുക എന്ന കാര്യം. അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. കേവലം ഈ പ്രത്യക്ഷ ആരാധനകളുടെ ചട്ടക്കൂടിനേക്കാൾ വലുതാണ് അടിമത്തത്തിൽ തന്റെ മനസ്സ് സമർപ്പിക്കുക എന്ന കാര്യം. അങ്ങനെ മനസ്സ് സമർപ്പിച്ചാലോ ചിലപ്പോൾ ചെറിയ ആരാധനകൾ കൊണ്ട് രക്ഷപ്പെട്ടേക്കും, ചിലപ്പോൾ ആരാധന ഇല്ലാതെയും രക്ഷപ്പെട്ടേക്കും. അങ്ങനെ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിലും അങ്ങനെയും വിചാരിക്കും. അല്ലെങ്കിൽ ഏറ്റവും വലിയ ആരാധന എന്നത് സ്വയം ഒരു സമർപ്പണമാണ്. അടിമത്തത്തെക്കാൾ വലിയ ഒരു കാര്യമില്ല. ആരുടെ അടിമത്തം? പടച്ചതമ്പുരാന്റെ അടിമത്തം. പടച്ചതമ്പുരാന്റെ അടിമത്തം അംഗീകരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമാണുള്ളത്? അജബല്ലി അംരിൽ മുഅ്മിൻ. ഈ അടിമയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി. ഈ അടിമയെ പറ്റി പുണ്യ റസൂൽ മുസ്തഫ പറയുന്ന കാര്യവും നാം ചിന്തിക്കണം. സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. കാര്യം എவ்விதമായാലും അവന് ലാഭമായിരിക്കും. കാര്യം എങ്ങനെയായാലും, കാര്യം ഏത് വിധത്തിലായാലും അവന് ലാഭമായിരിക്കും. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. കാര്യം ഏത് വിധേനയായാലും അവന് ലാഭമായിരിക്കും. ഫഇന്നൽ അംറ കുല്ലഹു ലഹു അജബൻ ലിഅംരിൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൻ ലഹു വഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൻ ലഹു എന്ന് മുഹമ്മദ് മുസ്തഫ. അവന് സന്തോഷം വന്നാൽ അവൻ നന്ദി കാണിക്കും. ഫഹുവ ഖൈറുൻ ലഹു. അവന് നേട്ടം ലഭിച്ചാൽ നന്ദി കാണിക്കും. ഫഹുവ ഖൈറുൻ ലഹു. അതവനേറെ ഖൈറായിരിക്കും. വഇദാ മസ്സതുഹു ളറാ. അവന് പ്രയാസം ബാധിച്ചാലോ സബറ. അവൻ ക്ഷമിക്കും. ഫഹുവ ഖൈറുൻ ലഹു. അതും അവന് നേട്ടമായിരിക്കും. എന്താണെങ്കിലും അജബൻ ലിഅംരിൽ മുഅ്മിനി. യഥാർത്ഥ അടിമയുടെ കാര്യം വലിയ അത്ഭുതമാണ്.
കാര്യമാണ് ഏറ്റവും വലുത്. ആരുടെ അടിമത്വം? അല്ലാഹുവിന്റെ അടിമത്വം. മനുഷ്യന്റെ അടിമയാവുക എന്നത് ഏറെ അരോചകവും അലോരസവും ഏറെ പ്രശ്നങ്ങളുള്ളതും മനുഷ്യനെ യോജിക്കാൻ കഴിയാത്തതുമാണ്. എന്നാൽ ഉടമക്കാരന്റെ അടിമയാവുക എന്നത് ഏറെ സന്തോഷകരമാണ്, അത് സ്വാതന്ത്ര്യവുമാണ്. ഉടമക്കാരന്റെ അടിമത്വം ഏറെ സ്വാതന്ത്ര്യപരമാണ്. ഉടമക്കാരന്റെ അടിമത്വം ഏറെ ഉയർച്ചയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയപ്പോൾ അല്ലാഹു പുണ്യ റസൂലിനെ പരിചയപ്പെടുത്തിയത് പൂർണ്ണമായി സമ്പൂർണമായി അടിമത്വത്തിൽ സംപ്രീതനായ യഥാർത്ഥ അടിമ എന്ന. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി തന്റെ സമ്പൂർണ്ണ അടിമയെ ഇസ്രായിന് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മിഅ്റാജിന് കൊണ്ടുപോവുകയും ചെയ്തവൻ. എവിടെ മിഅ്റാജ്? ലിനുരിയഹു മിൻ ആയാതിനാ. ഇത് മിഅ്റാജിലേക്കുള്ള സൂചനയാണ്. ആ രക്ഷിതാവ് ഏറെ പരിശുദ്ധനാണ്. ഇവിടെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുകയാണ് പുണ്യ റസൂലിനെ. അപ്പോൾ പുണ്യ റസൂലിനെ പറഞ്ഞ പേരേരാ? അടിമ. മനുഷ്യന്റെ അടിമയാവുക എന്നത് പലപ്പോഴും മനസ്സിന്റെ സായുജ്യത്തിനും സന്തോഷത്തിനും നിരക്കുന്നതല്ല. എന്നാലോ അത് മനുഷ്യന് അധമത്വം, ആ അടിമത്വം അധമത്വമാണ്. അതേ സമയത്ത് ഉടമക്കാരന്റെ അടിമയാവുക എന്നതോ അതേറെ സ്വാതന്ത്ര്യപരമാണ്, അതേറെ സന്തോഷമാണ്, അതേറെ അവന്റെ ഏറ്റവും വലിയ ഉദ്ധാനതയുടെ പ്രതീകമാണ്, അവനേറെ സന്തോഷിക്കുന്ന കാര്യമാണ് അടിമത്വം. ഒരാളിൽ യഥാർത്ഥ അടിമയാകണമെങ്കിൽ എന്തു ചെയ്യണം? നിസ്കരിക്കുക, നോമ്പ് വെൽക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് നോക്കുന്നതിനേക്കാളും ഹജ്ജിന് പോകുന്നതിനേക്കാളും മറ്റേത് കർമ്മത്തെക്കാളും പ്രധാനം ആദ്യം നീ അടിമയായി നിസ്കരിക്കുക എന്നതാണ്. ഞാനും നീയും അടിമയായി നിസ്കരിക്കണം, അടിമയായി നോമ്പ് വെൽക്കണം. അടിമക്ക് പരിധിയില്ല, അടിമത്വത്തിനും പരിധിയില്ല. കർമ്മത്തിന് പലപ്പോഴും പരിധിയുണ്ട്. കർമ്മത്തിന് പരിധി ഉണ്ടാവും, ആരാധനകൾക്കും പരിധി ഉണ്ടാവും, അടിമത്വത്തിന് പരിധിയില്ല. അങ്ങനെയുണ്ട്. ആരാധനകൾക്കും ചിലപ്പോൾ പരിധി ഉണ്ടാവും. സുന്ദരവും സന്തോഷകരവും സാലിഹായ അമലുകളുമാണ് എങ്കിലും വല്ലാതെ അതിൽ മേഞ്ഞു വിടാൻ നീ നിന്നെ വിടരുത്. പിന്നെ എന്ത് ചെയ്യണം? ഏറ്റവും സന്തോഷകരമായ സാലിഹായ അമലാണ്, ആരാധനയാണെങ്കിലും അതിലും നീ നിന്നെ നിയന്ത്രിക്കണം. എന്തുകൊണ്ട്? കേവലമുള്ള ആരാധനകളിൽ മേഞ്ഞു നടക്കാൻ അവിടെയും നീ നിന്നെ നിയന്ത്രിക്കണം. എന്തുകൊണ്ട്? ആ മേഞ്ഞു നടക്കുന്നുള്ള ആ പോക്ക് ചിലപ്പോൾ നിന്നിൽ റിയാ ഉണ്ടാക്കും, അഹങ്കാരം ഉണ്ടാക്കും. അങ്ങനെയുണ്ട്. എന്നാലോ അടിമത്തം എന്നത് മനസ്സിന്റെ ഭാവമാണ്, പരിധിയില്ല. എന്താ അടിമത്തം? അല്ലാഹുവിന്റെ അടിമത്തത്തെക്കാൾ വലിയ ഒരു അഭിമാനമില്ല. നിസ്കാരങ്ങൾക്കും പരിധിയുണ്ട്, നോമ്പിനും പരിധിയുണ്ട്, എന്തിനും പരിധിയുണ്ട്. അടിമത്തത്തിന് പരിധിയില്ല. നിസ്കാരത്തിനൊരു സലാം വീട്ടലുണ്ട്, നോമ്പിനൊരു പൂർത്തീകരണം ഉണ്ട്, അതിനൊരു ഇഫ്താറുണ്ട്. ഹജ്ജിനോ ആരാധനകൾ കഴിയുന്നൊരവസ്ഥ ഹജ്ജിനുണ്ട്. സക്കാത്തിനോ ഒരു കൊടുത്തു തീരലുണ്ട്, അടിമത്വത്തിനോ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അനാദിയും അനന്തനുമായ റബ്ബിന് സമർപ്പിക്കുന്ന പരിധിയില്ലാത്ത ഒരു കാര്യം നീയും ഞാനുമായി ബന്ധപ്പെടണം. അതേതാ? അത് അവന്റെ അടിമത്താണ്. അതിന് പരിധി നിശ്ചയിക്കുന്നില്ല. അതെത്രയായാലും പൂർത്തിയാവും. അല്ലാഹുവിന്റെ അടിമത്തത്തിൽ എത്തിപ്പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
അല്ലാഹുവിന്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നമ്മൾ അറിയുന്നില്ല. അല്ലാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നില്ല. അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനയേക്കാൾ വലുത് അല്ലാഹുവിന് നീ കൊടുക്കുന്ന നിന്റെ മനസ്സിന്റെ അടിമത്തമാണ്. ആ മനസ്സിന്റെ അടിമത്തത്തിന് ശേഷം നീ എന്ത് ചെയ്യേ, ഞാൻ എന്ത് ചെയ്യേ, അതിനുശേഷമാവണം നിസ്കാരം പായയിൽ അല്ലെങ്കിൽ മുസല്ലയിൽ നെറ്റിവെക്കേണ്ടത്. ചിലപ്പോൾ ഒരു സുജൂദ് കൊണ്ട് 1000 കൊല്ലത്തെ സുജൂദിന്റെ നേട്ടത്തെക്കാൾ വലിയ നേട്ടമുണ്ടാവും. വളരെ ചിന്തിക്കണം, ഒരു മനസ്സ് പാകപ്പെടണം. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. എന്തുകൊണ്ട്? വിജ്ഞാനം യഥാർത്ഥ അടിമത്തത്തിൽ മനുഷ്യനെ എത്തിച്ചേർക്കും. ഒരു ഹദീസ് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 1 മണിക്കൂറെങ്കിലും അറിവ് നേടലാണ് എന്നാണ്. എന്തുകൊണ്ട്? യഥാർത്ഥമായ അറിവ് യഥാർത്ഥമായ അടിമത്തത്തിലെത്തിക്കും. ആരുടെ അടിമത്തത്തിൽ? അനന്തനായ, അനാദിയും അനന്തനുമായ റബ്ബിന്റെ അടിമത്തത്തിൽ. അപ്പോൾ അനന്തമായി ഉയരാൻ മനസ്സിന് കഴിയും. അടിമത്തത്തിൽ എത്തിച്ചേരണം. കേവലം കാട്ടിക്കൂട്ടൽ മതിയാവുകയില്ല. പിന്നെന്ത് പ്രശ്നമുള്ളത്? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമത്തത്തിൽ എത്തിച്ചേരണം. അവന്റെ മനസ്സ് അവിടെ കൊടുക്കണം. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇന്നൊരാൾ എന്നോട് ചോദിച്ച്, മനുഷ്യൻ ദുനിയാവിനെ തെരഞ്ഞെടുക്കുക എന്നതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാൾ ദുനിയാവിനെ ആഖിറത്തെ തെരഞ്ഞെടുക്കുന്നു എന്നതിന്റെ വ്യത്യാസഭാവം എങ്ങനെയാണ്? ഒരാൾ ദുനിയാവിനെ തെരഞ്ഞെടുക്കുക എന്നാൽ ദുനിയാവിന് വേണ്ടി ഓടുകയല്ല. ഒരാൾ ആഖിറത്തെ തെരഞ്ഞെടുക്കുക എന്നാൽ പ്രത്യക്ഷത്തിൽ ആഖിറത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ അവൻ നിർവൃതനാവനുമല്ല, അയാൾ കർമ്മനിരതനാവനുമല്ല. പിന്നെന്താ? അയാളുടെ മനസ്സ് അല്ലാഹുവിനെ തെരഞ്ഞെടുക്കല. ചിലപ്പോൾ ചില ആളുകളുണ്ട്, ഒരു കർമ്മവും ചെയ്യില്ല, ദുനിയാവിന് വേണ്ടി ഒരു കർമ്മം അവർ ചെയ്യില്ല, പക്ഷേ മനസ്സ് ദുനിയാവിന്റെ കൂടെ ആയിരിക്കും. ചില ആളുകളോ ചെയ്യുന്നതെല്ലാം ഐഹികമായ കാര്യങ്ങളാവും പ്രത്യക്ഷത്തിൽ, പക്ഷേ മനസ്സ് അല്ലാഹുവിന്റെ കൂടെ ആയിരിക്കും. അല്ലാഹുവിന്റെ അടിമത്തത്തെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ വലിയ ഒരു സംഗതിയുമില്ല. ആരാധനക്കൊരു സലാം വീട്ടലുണ്ട്, ആരാധനക്കൊരു പരിധിയുണ്ട്. അല്ലാഹുവിന്റെ അടിമത്തത്തെ അംഗീകരിക്കുക, അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതിന് ഒരു പരിധിയില്ല. അതിലേക്ക് എത്തിയാൽ മനുഷ്യൻ എന്ത്? ഈ ലോകാകെ അട്ടിമറിഞ്ഞു, നിനക്കെന്ത്? അവിടെ നിനക്ക് സന്തോഷം സന്താപം വ്യത്യാസമില്ല, എല്ലാം സന്തോഷമായിരിക്കും. നിന്റെ മനസ്സിൽ നിന്ന് സന്താപം എടുത്തുപോകും. വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിൽ പറയുന്ന ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. അല്ലാഹുവിന്റെ അടിമത്തം എപ്പോൾ സാധ്യമാകും, എപ്പോഴാണ് യഥാർത്ഥ അടിമത്തത്തിൽ അയാൾ എത്തിച്ചേരാൻ ആരംഭിക്കുന്നത്? അല്ലാഹുവിലേക്കുള്ള അടിമത്തത്തിന്റെ പടിവാതിൽ എത്തുന്നതെങ്ങനെ? പിന്നെ മുന്നോട്ട് പോകണം. അതിന് 4 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, 4 കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും. എന്താ 4 കാര്യം? سمعت أبا الحسين الفارسي رضي الله عنه يقول سمعت ابن عطاء يقول العبودية في 4 خصال. അല്ലാഹുവിന്റെ അടിമത്തം ഒരാളിൽ ഉണ്ടാവുക 4 കാര്യങ്ങൾ അയാളിൽ മേളിക്കുമ്പോഴാണ്. 4 കാര്യങ്ങൾ മേളിക്കണം. എന്താ 4 കാര്യം? 1 അൽ വഫാഉ ബിൽ ഉഹൂദി, 2 വൽ ഹിഫ്ളു ലിൽ ഹുദൂദി, 3 വൽറിളാ ബിൽ മൗജൂദി, 4 വസ്സബ്റു അനിൽ മഫ്ഖൂദി. 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമത്തത്തിന്റെ പടിവാതിലിൽ എത്തും. അപ്പോൾ നമ്മൾ യഥാർത്ഥ വജ്ജഹത്തുവിലെത്തും. ഇല്ലെങ്കിലോ നമ്മളെ വജ്ജഹത്തു നമ്മൾ നാവുകൊണ്ട് പറയും. വജ്ജഹത്തു പറഞ്ഞില്ലെങ്കിലും വജ്ജഹത്തു ആയ ഒരു അവസ്ഥയുണ്ട്. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. വജ്ജഹത്തു പറയുമ്പോഴും മനസ്സ് ദുനിയാവിൽ അഭിരമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയുണ്ടാവും. ചിലപ്പോൾ വജ്ജഹത്തു പറയുകയില്ല, പക്ഷെ മനസ്സ് വജ്ജഹത്തുവിലായിരിക്കും.
വജ്ജഹ്തു എന്നത് വല്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ഒരു വജ്ജഹ്തു ഉണ്ട്, അത് സദാ വജ്ജഹ്തു ആണ്, അള്ളാഹുവിലേക്ക് തിരിയുകയാണ്. അള്ളാഹുവിലേക്ക് തിരിയാത്ത ഒരു സെക്കൻഡും ചില ആ അടിമകൾക്കുണ്ടാവുകയില്ല. ആ അടിമകൾ നേടും. അവർക്ക് എന്നും അറഫയായിരിക്കും. അവരുടെ പകലുകൾ എന്നും അറഫയായിരിക്കും. എന്തുകൊണ്ട്? അവരുടെ പകലുകളെല്ലാം വജ്ജഹ്തുവാണ്. അവരുടെ രാത്രികളെല്ലാം ലൈലത്തുൽ ഖദ്റായിരിക്കും. എന്തുകൊണ്ട്? ആ രാത്രി മുഴുവനും വജ്ജഹ്തുവാണ്. അള്ളാഹുവിലേക്ക് തിരിയാത്ത ഒരു സമയം അവർക്ക് ഉണ്ടാവില്ല. പറയേണ്ടയില്ല, പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് മനസ്സിന്റെ ഒരു വല്ലാത്ത ഭാവമാണ്. ഒരാളിൽ 4 കാര്യം മേളിച്ചാലേ അയാൾ അള്ളാഹുവിന്റെ അടിമത്വത്തിന്റെ പടിവാതിലിൽ എത്തുകയുള്ളൂ. എന്ത്? ഒന്ന്, അൽ വഫാഉ ബിൽ ഉഹൂദി വൽ ഹിഫ്ളു ലിൽ ഹുദൂദി. 3, വൽറിളാ ബിൽ മൗജൂദി. 4, വസ്സബ്റു അനിൽ മഫ്ഖൂദി. 4 കാര്യങ്ങൾ ഉണ്ടാകണം. മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലത്തുൽ ഖുശൈരിയിൽ പറയുന്നതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 1, അള്ളാഹുവിന്റെ കരാറുകൾ പൂർത്തിയാക്കി വീട്ടുന്നവനാവുക. അതായിരിക്കണം അവന്റെ ചിന്ത. എനിക്ക് എൻ്റെ റബ്ബിന്റെ കരാർ, റബ്ബിനോട് ചെയ്ത, റബ്ബും ഞാനും തമ്മിൽ ഒരു കരാറുണ്ടായിട്ടുണ്ട്. എന്താ ഏറ്റവും വലിയ കരാർ? അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ. അതാണ് കരാർ. ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ. അതന്നെ. ആ കരാറ് പൂർത്തിയാക്കി വിട്ടാൻ അടിമക്ക് കഴിയണം. അതായത് അള്ളാഹുവിന്റെ രക്ഷകർത്തത്വത്തിൽ സദാസമയവും അവന്റെ മനസ്സ് അഭിരമിച്ചു കൊണ്ടിരിക്കണം. അതിൽ സന്തുഷ്ടനാകണം. അള്ളാഹുവിന്റെ രക്ഷകർത്തൃത്വമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു വിചാരിച്ചതല്ലാത്ത ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു വിചാരിക്കാത്ത ഒന്നും നടക്കില്ല. എല്ലാവരും വിചാരിക്കും, എല്ലാവരും തീരുമാനിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കരാറിനെ പാലിക്കാൻ തയ്യാറാവണം. ആദ്യം ആരെ തയ്യാറാവേണ്ടത്? മനസ്സ്. കപട വിശ്വാസിയും നിസ്കരിക്കും, അത് കരാർ പാലനമാണോ? അല്ല. എന്തുകൊണ്ട്? ഈ ഭൗതിക ശ്രേഷ്ഠക്കപ്പുറം അവന്റെ മനസ്സവൻ അള്ളാഹുവിന് വിട്ടുകൊടുത്തിട്ടില്ല. അൽ വഫാഉ ബിൽ ഉഹൂദി. കരാറുകൾ പൂർത്തിയാക്കി വിട്ടു. അതിലേറ്റവും വലിയ കരാറ് അള്ളാഹുവിന്റെ രക്ഷകർത്തത്തിൽ നമ്മുടെ മനസ്സ് സന്തുഷ്ടമാവുക എന്നതാണ്. മനസ്സ് സന്തുഷ്ടമാകണം. അള്ളാഹുവിന്റെ രക്ഷകർത്തത്തിൽ അവൻ രക്ഷിതാവാണ്, അവൻ തികഞ്ഞ രക്ഷിതാവാണ്. അല്ലാഹു 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 അലൈഹി തവക്കലു. അല്ലാഹുവാണ് രക്ഷിതാവ്, അവനാണ് രക്ഷിതാവ്. ചിലപ്പോൾ നമുക്ക് പണം ബാക്കിയാവും, അതൊരു പരീക്ഷണമായിരിക്കും. പണം ബാക്കിയായാൽ നാം എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് പണം കമ്മിയായിരിക്കും, കടമുണ്ടാവും, അതൊരു പരീക്ഷണമായിരിക്കും. ചിലപ്പോൾ നമുക്ക് നിതാന്തമായ പ്രയാസമായിരിക്കും. ചിലപ്പോൾ സന്തോഷം തുടരെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ സന്താപങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഒന്നുമില്ല, രക്ഷിതാവ് അല്ലാഹുവാണ്. ما بين غمضة عين وانتباهتها يغير الله من حال إلى حال. ഈ കഴിഞ്ഞ 1-2 ആഴ്ച എൻ്റെ മനസ്സ് ഈ ഒരു ചിന്തയിൽ ഇങ്ങനെ വ്യാപൃതമായിരുന്നു. എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോയി. പരസ്പരം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന 2-3 സമുദായങ്ങൾ, പ്രത്യേകിച്ചും 2 സമുദായങ്ങൾ നിസ്സാരമായ കാര്യം ഊടിവീർപ്പിച്ച് അകലാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായ കാഴ്ചകൾ. മതത്തിൻ്റെയും മതാധ്യാപനങ്ങളുടെയും പ്രത്യക്ഷ അതിൻ്റെ സാക്ഷാത്കാരത്തിന് ഏറ്റവും വലിയ നിദർശനമാവേണ്ട ആളുകൾ നിന്നു തന്നെ അരുതായ്മയിൽ പ്രത്യക്ഷപ്പെടുന്ന ഉദാഹരണങ്ങൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ ഒരു കവിതയിലെത്തി.
وانتباهتها يغير الله من حال إلى حال. ഒരവസ്ഥ മാറ്റി മറ്റൊരവസ്ഥ നൽകാൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇടയിൽ അവസ്ഥകളെ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് രക്ഷിതാവായ അല്ലാഹ്. അവനാണ് ദൈവം തമ്പുരാൻ, അവനാണ് രക്ഷകൻ, അവനാണ് അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞാലും യഹോവ എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും അല്ലാഹ്. അവനവനാണ് സ്രഷ്ടാവായ അല്ലാഹ്, അവനാണ് സംവിധായകനായ അല്ലാഹ്. ഒരാൾ വിചാരിച്ചാലും ഇവിടെ നടക്കുകയില്ല. എല്ലാ കുതന്ത്രങ്ങളും പാഴായി പോവും, എല്ലാ കുതന്ത്രങ്ങളും പാഴാവും. മനുഷ്യൻ എന്ത് പറയുമ്പോഴും അവന്റെ പിന്നിൽ ചില ദുഷ്ടലാക്ക് മനുഷ്യനുണ്ടായിരിക്കും. ചിലപ്പോൾ ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ, ചിലപ്പോൾ ബിസിനസ് താല്പര്യങ്ങൾ. എന്നാലോ അതിൽ സാധാരണക്കാരായ ജനങ്ങൾ വഞ്ചിതരാകും. എന്നാൽ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. എന്തുകൊണ്ട്? ഒരിക്കലും അതിന് നിലനിൽക്കാൻ കഴിയില്ല. ഒരവസ്ഥ മാറ്റി ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം മതിയാവും. കടം തീരാൻ അത് മതിയാവും, ഇത് മതിയാവും. സമ്പന്നതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴാൻ ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ നേരം മതിയാവും. പരസ്പരം വാളും പിടിച്ചുകൊണ്ട് അടുക്കുന്ന പല വിഭാഗങ്ങളും അത് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ഒരല്പനേരം മതിയാവും. സുഖം ദുഃഖത്തിന് വഴിമാറാൻ ഒരല്പനേരം മതിയാകും. ദുഃഖം സുഖത്തിന് വഴിമാറി കൊടുക്കാൻ അല്പനേരം മതിയാവും. എല്ലാം എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ തീരുമാനിക്കും. അവനാണ് അധികാരി, അവനാണ് അധികാരി, അവനാണ് പ്രതാപി. അവനല്ലാത്ത ഒരാൾക്കും പ്രതാപം ഇല്ല, അവനല്ലാത്ത ഒരാൾക്കും അധികാരം ഇല്ല, ആർക്കും ഇല്ല. ഒരാൾക്കും അധികാരമില്ല. ഒരാൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല. ഈ ഭൂമി മുഴുവനും എന്റെ കൈപ്പിടയിൽ ഒതുക്കണം എന്നാഗ്രഹിച്ചു അഡോൾഫ് ഹിറ്റ്ലർ. എന്നിട്ട് അയാൾ നിന്ദനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ചിന്തിക്കൂ. അതേ സമയം അയാൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ബെനിറ്റോ മുസോളിനി. ഫാഷിസത്തിന്റെ ലോകത്തെ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ട് പ്രതീകങ്ങളായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും. മുസോളിനിയെ ജനങ്ങൾ അടിച്ചു കൊന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി. ഇതൊക്കെ ചരിത്രം കണ്ടതല്ലേ? ഒന്നും നടക്കുകയില്ല. ഇവിടെ ആര് വിചാരിച്ചാലും ഒന്നും നടക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അധികാരമില്ല. അല്ലാഹുവിന്റെ അടിമയാവുക എന്നാൽ സന്തോഷമുണ്ടോ? എല്ലാം പരിഹരിക്കപ്പെടും. പിന്നെ നീ എന്ത് ചെയ്യണം? നീ വെറുതെ ഇരുന്നാ പോരാ. നീ സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കണം, നീ നേട്ടത്തിന് അധ്വാനിക്കണം, നീ നിന്റെ ബാധ്യത നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. കടമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നാ പോരാ, നീ അധ്വാനിക്കണം. പരിഹരിച്ചു തരുന്നവനാരാ? അതെന്റെ ഉത്തരവാദിത്വം. സമാധാനം വരാൻ നീ ആഗ്രഹിക്കുകയും നീ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. സമാധാനം തരേണ്ടവനാരാ? അല്ലാഹ്. സമ്പന്നത തരേണ്ടവനാരാ? അല്ലാഹ്. ദുഃഖം മാറ്റി തരേണ്ടവനാരാ? അല്ലാഹ്. രോഗം മാറ്റി തരേണ്ടവനാരാ? അല്ലാഹ്. എല്ലാം അല്ലാഹ്. നീ എന്ത് ചെയ്യണം? നീ അധ്വാനിക്കണം. നീ കടം തീരാൻ അധ്വാനിക്കണം, നീ രോഗം മാറാൻ അധ്വാനിക്കണം, പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. എന്നാലോ അത് നിന്റെ ധർമ്മം, അത് നിന്റെ ഉത്തരവാദിത്വം, നിന്റെ ധർമ്മം. എന്നിട്ട് കാര്യങ്ങൾ അല്ലാഹുവിനെ നീ ഏൽപ്പിക്കണം, എല്ലാവരും ഏൽപ്പിക്കണം. നീ യഥാർത്ഥത്തിൽ അവന്റെ അടിമയാകണം. 4 കാര്യങ്ങൾ ഉണ്ടായാൽ യഥാർത്ഥ അടിമയാകും. 1, അള്ളാഹുവിന്റെ കരാറുകൾ പാലിക്കാൻ തയ്യാറാവുക. ഏറ്റവും വലിയ കരാറ് അവന്റെ രക്ഷകർത്തത്വത്തെ സമ്പൂർണ്ണമായി അംഗീകരിക്കലാണ്. പിന്നെ അവന്റെ കൽപ്പനകളെ സ്വീകരിക്കലാണ്. രണ്ടാമത്തത് അവൻ വെച്ചിട്ടുള്ള ചില അതിർത്തികളുണ്ട്, ആ അതിർവരമ്പുകളെ പാലിക്കണം. പലതിനും അവൻ അതിർവരമ്പ് വെച്ചിട്ടുണ്ട്, അത് പാലിക്കാൻ തയ്യാറാകണം. അവന്റെ അതിർവരമ്പുകൾ പാലിക്കാൻ തയ്യാറാകണം.
അവൻ രാജാതിരാജന, അവൻ ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ഏതു കാര്യത്തിനും, അവൻ എന്തു കാര്യത്തിനും അതിർവരമ്പ് വെച്ചിട്ടുണ്ട്. മതം, മതപ്രബോധനം, മതധർമ്മങ്ങൾ, ആരാധനകൾ, എല്ലാത്തിനും അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിനെ പാലിക്കാൻ തയ്യാറാകണം. ചെയ്യാൻ പാടുള്ളവ, ചെയ്യാൻ പാടില്ലാത്തവ, എല്ലാത്തിനും അവൻ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകളെ പാലിക്കാൻ തയ്യാറാകണം. നഷ്ടമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവന്റെ അതിർവരമ്പുകളും വെച്ച് മറികടന്ന് മുന്നോട്ട് പോകരുത്. എന്തുകൊണ്ട്? അല്ലാഹു നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നിന്റെ പ്രശ്നം പരിഹരിക്കും. ഇനി അതിർവരമ്പ് കിടന്നാലും പരിഹരിച്ചു തരേണ്ടവൻ അവൻ തന്നെയാണ്. പിന്നെ നീ അതിർവരമ്പ് കിടക്കുന്നത് എന്തിന്? അതിർവരമ്പ് കടന്നാലും പരിഹരിച്ചു തരേണ്ടവൻ അവനാണ്. അവൻ വിചാരിക്കാതെ അത് നിന്റെ പ്രശ്നം പരിഹരിക്കുകയില്ല. അപ്പോൾ അതിർവരമ്പിൽ ഉള്ളിൽ നിൽക്കാൻ തയ്യാറാകണം. നഷ്ടമാണെന്ന് വിചാരിച്ച് ഒരാൾ മദ്യക്കച്ചവടം നടത്തരുത്. വലിയ ലാഭം പ്രത്യക്ഷത്തിൽ തോന്നും, പക്ഷെ ആ ലാഭം നിന്റെ വ്യർത്ഥമായ മോഹം മാത്രമാണ്. അതൊന്നും നടക്കില്ല. അവനാണ് തീരുമാനിക്കുന്നത്. അത് നിനക്ക് പുതിയ പുതിയ പുകിലുകൾ കൊണ്ടുവരും, പുതിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും. അതിൽ നിന്ന് തടിയൂരാനോ വല്ലാതെ നീ പ്രയാസപ്പെടും, പിന്നെ കഴിയില്ല. അതുകൊണ്ട് അവന്റെ അതിർവരമ്പുകളെ പാലിക്കാൻ തയ്യാറാകണം. ചില ആളുകൾ എന്ത് ചെയ്യും? ചോർന്നൊലിക്കുന്ന വീടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ പൈസ എടുക്കും, എന്നിട്ട് വീട് കയറ്റും. വലിയ ലക്ഷങ്ങൾ എടുക്കും. വലിയ ലക്ഷങ്ങൾ എടുത്തിട്ട് വീട് കയറ്റും. പിന്നെന്താ ഉണ്ടാവുക? പിന്നെ 2-4 കൊല്ലം കഴിയുമ്പോൾ അവന്റെ മനസ്സ് വേദനിക്കുകയും അവൻ പൊട്ടിക്കരയുകയും ചെയ്യും. നേരത്തെ അവന് ഒരു 5 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അതില് തൽക്കാലം ഒരു ഓലയുടെ മേൽ ഒരു ഓല വെച്ച് ഒരു പ്ലാസ്റ്റിക് അതിന്റെ മേൽ ഒന്ന് വിരിച്ചാൽ സന്തോഷമായി ഉറങ്ങാവുന്ന ഒരു വീടുണ്ടായിരുന്നു. അത് ആരുടെയും കടമായിരുന്നില്ല. ആർക്കും അതിന്റെ ആധാരം അവൻ ഈട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം കാണാൻ കുറച്ച് ഭംഗി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സന്തോഷമായി അവനും അവന്റെ കുടുംബത്തിനും അവിടെ വസിക്കാമായിരുന്നു. ഇപ്പോഴെന്താ ഉണ്ടായത്? ആ 5 സെന്റ് അവൻ പണയപ്പെടുത്തി. പിന്നെ പലിശ വളർന്നു. 10 ലക്ഷം രൂപ എടുത്തു, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എടുത്തു. 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് ഓട്ടോറിക്ഷയും ഓടിച്ച് അത് അടച്ചു തീർക്കാമെന്ന് വിചാരിച്ചു. നടപ്പില്ല. 90% ആളുകളും ഇങ്ങനെ അടച്ചു തീർക്കാറില്ല. പിന്നെ അവർ എന്ത് ചെയ്യേണ്ടി വരുന്നു? പിന്നെ അവര് ഈ 5 സെന്റ് കിടപ്പാടം വരെ അവർക്ക് നഷ്ടപ്പെടും. ഈ 5 സെന്റ് കിടപ്പാടും നഷ്ടപ്പെടും. പിന്നെയോ അതാണ് യഥാർത്ഥത്തിൽ വഴിയാധാരം. എന്തിവിടെ പ്രശ്നം മനസ്സ് വല്ലാതെ സുഖത്തിന്റെ താല്പര്യങ്ങളിൽ അഭിരമിച്ചു പോയി. അവന്റെ കിസ്മത്തിൽ അവൻ സന്തോഷിക്കണമായിരുന്നു. ഇത് പരിഹരിക്കില്ലേ? പരിഹരിക്കും. എങ്ങനെ? ക്ഷമിച്ചാൽ പരിഹരിക്കും. ആര് പരിഹരിക്കും? അല്ലാഹ്. ഈ 5 സെന്റിന് പകരം അല്ലാഹു നിനക്ക് 50 സെന്റ് നൽകിയേക്കും. അല്ലെങ്കിൽ ഈ 5 സെന്റിൽ മനോഹരമായി നീ ജീവിക്കും. ആ 5 സെന്റിലെ കൊച്ചു വീട് നിനക്ക് ഈ ഭൂമിയെ പോലെ വിശാലമായി തോന്നും. നിന്റെ മനസ്സ് അല്ലാഹു അതിനനുസരിച്ച് പാകപ്പെടുത്തും. കൊട്ടാരത്തിൽ വസിക്കുന്നവൻ മനസ്സ് കുടുസായി, അവിടെ അവൻ വല്ലാതെ കഷ്ടപ്പെടും. എന്നാൽ 5 സെന്റിൽ കൂര വെച്ച് കഴിയുന്നവൻ ഈ ഭൂമിയെ പോലെ വിശാലമായ കൊട്ടാരമാണ് എൻ്റെ ഈ കൊച്ചു വീട് എന്നവന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ അല്ലാഹുവിന് നിസ്സാരമായി കഴിയും. പകരം പലിശയിലേക്ക് പോകും. എന്താ ഉണ്ടാവുക? പലിശയിലേക്ക് പോയാൽ എന്താ ഉണ്ടാവുക? പലിശ തൊട്ടതിനെ മുഴുവനും തകർത്ത് കളയും. ഒരു ബർക്കത്തുണ്ടാവില്ല. പലിശ തൊട്ട കച്ചവടം പൊളിയും. പലിശ തൊട്ട ബന്ധങ്ങൾ തകരും. പലിശ തൊട്ട വീട് പൊളിയും. പലിശ തൊട്ടതെല്ലാം തകരും. എന്തുകൊണ്ട്? ചിന്തിക്കണം. 4 കാര്യങ്ങളുണ്ടായാൽ അല്ലാഹുവിന്റെ അബ്ദാകും. ഇതിൽ 3ാമത്തെ കാര്യം ഈ പറഞ്ഞതിന് ഉപോത്ബലകമാണ്. എന്താ 3ാമത്തെ കാര്യം? അൽ-റിവാബിൽ മൗജൂദ്, ഉള്ളതിൽ തൃപ്തിപ്പെടുക. എന്തിനും വസ്സബ്റു അനിൽ മഫ്ഖൂദി, ഇല്ലാത്തതിൽ ക്ഷമിക്കുക. അപ്പോൾ അടിമയായി നിസ്കരിക്കുക, ഇനി 9. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയായി മരിച്ചു. സന്തോഷം.
കൊട്ടാരത്തിൽ ദുഃഖം എന്നാൽ കുടിലിൽ സന്തോഷം. അങ്ങനെ ഉണ്ടാവുമല്ലോ. കൊട്ടാരത്തിൽ ചിലപ്പോൾ ദുഃഖമായി, ചിലപ്പോഴല്ല, കൊട്ടാരത്തിൽ പലപ്പോഴും ദുഃഖമായിരിക്കും, എന്നാലോ കുടിലിൽ സന്തോഷമായിരിക്കും. പാപ്പയും മക്കളും ഉമ്മയും മക്കളും ഒരു കുടുംബം സന്തോഷമായി കഴിയും. ചെറിയ വരുമാനം പക്ഷെ സന്തോഷം. കൊട്ടാരത്തിലോ വലിയ വരുമാനം. ഈ വരുമാനത്തിന്റെ പേരിൽ കശപിശ. മകന് കിട്ടി, മകൾക്ക് കിട്ടി, കിട്ടിയില്ല. മരുമകൻ ചോദിച്ചത് കൊടുത്തു, കൊടുത്തില്ല, കൊടുത്ത് തിരിച്ചു വെച്ചു, അപ്പോൾ പ്രശ്നം. ഇല്ലെങ്കിലോ ചോദിക്കില്ല, ഇല്ലെങ്കിൽ ചോദിക്കില്ല. ഇനി കൊടുത്താലോ, ഉള്ളവനോട് ചോദിച്ചു കൊടുത്താലോ എന്നാലും മടിയ, കൊടുത്തു എന്നാലും മടിയാവില്ല, തിരിച്ചു വെച്ചു, ശത്രുതയായി. അതുകൊണ്ട് കൊട്ടാരത്തിൽ പലപ്പോഴും ദുഃഖമായിരിക്കും, എന്നാൽ കുടിലിൽ സന്തോഷമായിരിക്കും. പിന്നെ ഈ കുടിലിന് പകരം അവൻ മനക്കണ്ണിൽ വലിയ സ്വപ്നം വെച്ച് അവൻ മനോഹരമായ വീട്ടിൽ പാർക്കുന്നതായി സങ്കല്പിച്ച് പരീക്ഷയ്ക്ക് പണെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പരീക്ഷയുടെ അടിമയാവും. പിന്നെ അവന്റെ കിടപ്പാടം പണയപ്പെടും, ജപ്തിയായി പോവും. എന്തുകൊണ്ട്? ഇവിടെ എന്താ പ്രശ്നം? അള്ളാന്റെ അടിമയായില്ല. ഇനിയും കരയും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കരയും. എനിക്ക് അള്ളാഹു പരിഹരിക്കാതിരിക്കാം. പലപ്പോഴും അവിടെ പരിഹരിക്കുകയില്ല, പലപ്പോഴും പിന്നെ പരിഹരിക്കും, പലപ്പോഴും പരിഹരിക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ അടിത്തറ പൊളിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉബൂദിയത്തിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് നീ പുറകോട്ട് പോയി. നിസ്കരിച്ചു, പക്ഷേ റബ്ബിന്റെ അടിമയാണെന്ന് ചിന്തിച്ചില്ല. നോമ്പ് നോറ്റു, റബ്ബിന്റെ അടിമയാണെന്ന് ചിന്തിച്ചില്ല. ഇനിയോ ആ കുടിലായി നിലനിന്നു. ചെറിയ ഒരു വീട്, പലിശ ഒന്നുമില്ല. നേരെ വെളുത്താ പണിക്ക് പോവും. കൂടുതൽ ദിക്റും സ്വലാത്തും ചൊല്ലിയിരിക്കാനൊന്നും നേരമില്ല. നേരെ വെളുത്താ പണിക്ക് പോകുന്നതോ, തൊഴിലിന് പോകുന്നത് ഇബാദത്താണ്. ഹലാലായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തന്നെ മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും ഹലാലായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അധ്വാനിക്കാൻ പോയാൽ അവന്റെ വിയർപ്പ് തുള്ളികൾ അവന് പൊറുക്കലിനെ തേടും. ആ വിയർപ്പ് തുള്ളികൾ നാളെ പുണ്യ റസൂൽ മുസ്തഫയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് കൗസർ വാങ്ങാൻ കാരണമാവും. അസ്ബഹ മഗ്ഫൂറൻ ലഹു. നേരം വെളുക്കുമ്പോഴത്തിന് അവന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു പണിയുമില്ലാതെ ദിക്റും ചൊല്ലി വീട്ടിലിരിക്കുന്നവനേക്കാൾ പലപ്പോഴും അള്ളാഹുവിനെ കടുത്തവൻ ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റവനായിരിക്കും. എന്നിട്ട് തെണ്ടിച്ചധ്വാനിച്ച ചെറിയ വരുമാനം കൊണ്ട് കുടുംബം സന്തോഷമായി ജീവിക്കും. ഉള്ളതിൽ തൃപ്തിപ്പെടും, ഇല്ലാത്തതിലേക്ക് അവരെ മനസ്സ് പോയിട്ടേ ഇല്ല. അപ്പോഴോ അവർ യഥാർത്ഥ അടിമയാവും. പിന്നെ അവർ ഫർള് നിസ്കരിക്കും. ആ ഫർള് നിസ്കാരം അള്ളാഹുവിന്റെ കിതാബിലെത്തും. സുന്നത്ത് നിസ്കരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ കിതാബിലെത്തും. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിർത്തിയെ വിട്ടുപോകും. പലിശക്കെടുക്കും, വേണ്ടാത്തത് ചെയ്യും, പലിശക്കെടുക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കരിഞ്ചന്തകൾ ചെയ്യും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണം അപഹരിക്കാൻ ശ്രമിക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കൈക്കൂലി വാങ്ങും. എന്നിട്ട് അവൻ കടക്കണിയിൽപ്പെടും. എന്നിട്ട് അവൻ തകർച്ചയിൽപ്പെടും. എന്നിട്ട് പൊട്ടിക്കരയും. പലപ്പോഴും പരിഹാരം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഇവിടെ രണ്ടാമത്തത് പൊളിഞ്ഞു. അള്ളാഹുവിന്റെ അതിർത്തികളെ പാലിക്കണം. 4 കാര്യങ്ങളെ കൊണ്ട് അബ്ദാകൂ. ഒരാൾ അള്ളാഹുവിന്റെ അടിമയാകണമെങ്കിൽ 4 കാര്യം വേണം. എന്നിട്ട് നിസ്കരിക്കണം. കേവലം ഇബാദത്ത് ചെയ്ത പോരാ, അള്ളാഹുവിന്റെ അടിമയാവണം. ചിലപ്പോൾ നിസ്കാരം കുറച്ച് മതിയാവും, നോമ്പ് കുറച്ച് മതിയാവും. അത് കുറച്ചെന്ന് പറഞ്ഞാൽ ഫർളായത് ചെയ്തു, സുന്നത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ല. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പലപ്പോഴും അവർക്ക് അമലുകൾ കുറവായിരുന്നു. അതായത് അവരിൽ പലർക്കും ഇന്ന് നമ്മൾ ചെയ്യുന്ന പല സുന്നത്തുകളും ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അതിശക്തമായ ഈമാൻ അവർക്കുണ്ടായിരുന്നു. അവർ കൃഷിക്കളങ്ങളിലായെങ്കിൽ പോലും അവർ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധമുണ്ടായിരുന്നു. പക്ഷേ നമ്മളോ നിസ്കരിക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധമില്ല. ചിന്തിക്ക്.
നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധമില്ല. അവർ കള്ള് കുടിച്ചപ്പോൾ അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധമുണ്ടായിരുന്നു. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘം സ്വഹാബികൾ. അപ്പോഴാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നത്, അലാ ഹുരിമത്തിൽ ഖംർ, അലാ ഹുരിമത്തിൽ ഖംർ, അലാ ഹുരിമത്തിൽ ഖംർ. കള്ള് ഹറാമാക്കിയിട്ടുണ്ട്. എന്ന് ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുകൾ ഭാഗത്ത് കയറി വിളിച്ചു പറഞ്ഞു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എടാ കള്ള് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുണ്യ നബിയുടെ കൽപ്പന പ്രകാരം സയ്യിദുനാ ബിലാൽ ആ സമയത്ത് കള്ള് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കവിളിലുള്ളത് തുപ്പി. അതുവരെ കള്ള ഹറാമല്ല. കള്ള് കുടിച്ചുകൊണ്ടിരുന്നവർ അപ്പോൾ തുപ്പി. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധം കള്ള് കുടിച്ചപ്പോഴുമുണ്ട്. നമ്മളോ നിസ്കരിക്കുമ്പോൾ അള്ളാന്റെ അടിമയാണെന്ന് ബോധമില്ല. എങ്ങനെ ജയിക്കും? ഇത്തരമുള്ള മനസ്സാണ് സത്യത്തിൽ സ്പർദ്ധകളെ സൃഷ്ടിക്കുന്നത്. ഇതാണ് അകലാനുള്ള അടിസ്ഥാന കാരണം. അതാ സംഭവിച്ചത്. മദീന പള്ളിയിൽ വന്ന ക്രിസ്തീയ പുരോഹിതർക്ക് ആരാധിക്കാൻ മദീന പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത മുഹമ്മദ് മുസ്തഫ, ചിന്തിച്ചു നോക്ക്. ഏറ്റവും വലിയ സഹിഷ്ണുവായ മുഹമ്മദ് മുസ്തഫ ചർച്ചിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടായിട്ടും അവിടെ നിസ്കരിക്കാതെ ആരെങ്കിലും പിന്നീട് ഇതിന്റെ മേലിൽ അവകാശവാദം പറഞ്ഞാലോ അതൊരു പ്രയാസമായി മാറും. അതുണ്ടാകരുത്. ഇതെക്കാലത്തും ക്രിസ്തീയ ജനതയിൽ ഭദ്രമായിരിക്കണം എന്നുറപ്പിച്ച് ചർച്ചിന്റെ പുറത്തേക്ക് ഇറങ്ങി പാറപ്പുറത്ത് നിസ്കാരം നിർവഹിച്ച ഖലീഫ ഉമർ ബിൻ ഖത്താബ്, അവരുടെയൊക്കെ സഹിഷ്ണുത എത്രയാണ്! എന്താ കാരണം? അള്ളാഹുവിന്റെ അടിമയായിരുന്നു. നമ്മൾ ഈ കാണിക്കുന്ന ആരാധനകളുടെ അടിമയാ, അള്ളാഹുവിന്റെ അടിമയല്ല. വാക്യങ്ങളുടെ അടിമയാ, ദൈവത്തിന്റെ അടിമയല്ല. ആരാധനയുടെ അടിമയാ, അള്ളാഹുവിന്റെ അടിമയല്ല. എന്താ പ്രശ്നം? പ്രശ്നത്തിന്റെ കാര്യം ഇതാ. അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ അള്ളാഹുവിന്റെ അടിമയാകാൻ കഴിയുന്നില്ല. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കുമ്പോഴും അവർ അള്ളാഹുവിന്റെ അടിമയായിരുന്നു. നമ്മളോ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമയല്ല. കൃഷിക്കളങ്ങളിൽ അധ്വാനിക്കുമ്പോഴും അവർ അള്ളാഹുവിന്റെ അടിമയായിരുന്നു. നമ്മൾ നോമ്പ് നോറ്റ് തളർന്ന് പള്ളിയിൽ കിടക്കുമ്പോഴോ അള്ളാഹുവിന്റെ അടിമയല്ല, അള്ളാഹുവിന്റെ അടിമയല്ല. 10 പൈസ കൊടുക്കാനില്ലാതെ വീട്ടിൽ കിടക്കുമ്പോഴും അവർ അള്ളാഹുവിന്റെ അടിമയായിരുന്നു. നമ്മളോ കോടിക്കണക്കിന് സ്വതക്ക ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അടിമയല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രശ്നം ആരാധന ഇല്ലാത്തതല്ല, അള്ളാഹുവിന്റെ അടിമത്വം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അതാ കാരണം. കാരണം കണ്ടെത്തണം. കാരണം അതാണ്. ദൈവവാക്യം പറയുന്നു, ബൈബിൾ വായിക്കുന്നു, ദൈവവാക്യം പറയുന്നു, ഖുർആൻ ഓതുന്നു, ദൈവവാക്യം പറയുന്നു, പക്ഷേ ദൈവത്തിന്റെ അടിമയല്ല. ദൈവവാക്യം പറയുന്ന ക്രിസ്ത്യാനി ദൈവത്തിന് അടിമയല്ല. ഖുർആൻ വാക്യം പറയുന്ന മുസ്ലിം അള്ളാഹുവിന് അടിമയല്ല. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന എല്ലാവർക്കും എനിക്ക് ശത്രുവാണ്. ആരാ? അല്ലാഹ് പരമകാരുണികനും കരുണാനിധിയും എല്ലാ മതസ്ഥർക്കും കരുണ ചെയ്യുന്നവനും ആയ അല്ലാഹ്, അവനാണ് റഹ്മാൻ എന്ന വാക്കുകൊണ്ടാണ് ഖുർആൻ ആരംഭിച്ചത്. എന്താ റഹ്മാൻ? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മതമുള്ളവൻ, മതമില്ലാത്തവൻ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന നമ്മൾ ആ വാക്യത്തിന്റെ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറല്ല. റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ അല്ലാഹ് വഴിപ്പെട്ടവന് വഴിപ്പെടാത്തവനും മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും മതമില്ലാത്തവനും കരുണ ചെയ്യുന്ന അനുഗ്രഹദാതാവായ അല്ലാഹ്. ഇതാണ് ആദ്യത്തെ വാക്കിലെ ആദ്യത്തെ പദം. എന്നിട്ട് മറന്നുപോയി. അതിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അള്ളാഹുവിന്റെ അടിമയാവണം.
നിസ്കാരത്തിന് അടിമയാ, നോമ്പിന് അടിമയാ, ദിക്റിന് അടിമയാ, സ്വലാത്തിന് അടിമയാ, അള്ളാഹ്ക്ക് അടിമയല്ല. അള്ളാഹുവിന്റെ അടിമയാകണം. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒന്നോട്ട് സംഭവിക്കുകയും ഇല്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ. അള്ളാഹു തീരുമാനിക്കുന്നത് കൊറോണയാണെങ്കിൽ നാം അത് അനുഭവിക്കും, ചികിത്സിക്കും. എന്തിന്? ഏത് രോഗത്തിനും ചികിത്സിക്കണമെന്നത് അവന്റെ ഒരു കൽപ്പനയാണ്. യുദ്ധം വന്നാൽ നമ്മൾ യുദ്ധത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? യുദ്ധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന് നിന്ന കാണിക്കുന്നവനാണ്. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജുസ്സലാം. എന്നാൽ യുദ്ധം വന്നു, നിനക്ക് നഷ്ടം സംഭവിച്ചു, അതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. നിനക്കെന്ത്? നീ മരിച്ചുപോയി, നിനക്കെന്ത്? നീ മരിച്ചുപോയി, നിനക്കെന്ത്? അപ്പോഴും നീ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലെത്തും. നീ ഇവിടെ ജീവിച്ചാലും അള്ളാഹുവിന് അടിമയാ, പരലോകത്ത് ജീവിച്ചാലും അള്ളാഹുവിന് അടിമയാ. എല്ലാം നമ്മൾ ചിന്തിക്കണം. നിസ്കരിക്കാൻ വലിയ പണിയില്ല, ഒന്നെടുത്താൽ മതിയാവും. കയ്യിലെ അഴുക്ക് കളയാൻ വലിയ എളുപ്പമാണ്. പക്ഷേ മനസ്സിലെ അഴുക്ക് കളയാ 1 നൂറ്റാണ്ട് ശ്രമിച്ചാൽ ചിലപ്പോൾ കഴിയില്ല. ഒരാൾ ഒരു പട്ടിക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുന്ന് ഒരു കമന്റ് ചെയ്ത ഒരു അതിമനോഹരമായ ഒരു ഫോട്ടോ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് അയച്ചു തന്നു. വളരെ ചിന്തനീയം. ഒരാളൊരു പട്ടിക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് അതിനടിയിൽ ഒരു കമന്റ് എഴുതിയ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു. വളരെ ചിന്തനീയം. എന്റെ അടിയിൽ എഴുതിയിട്ടുള്ളത്, നിന്നെ കൊണ്ടുണ്ടാകുന്ന നജസ് 7 തവണ കഴുകിയാൽ തീരും. എന്നാൽ എന്റെ മനസ്സിന്റെ നജസോ 7000 തവണ കഴുകിയാൽ തീരുകയില്ല. നിന്നെ കൊണ്ട് എന്റെ ശരീരത്തിന് വന്ന നജസ്, നിന്റെ നജസ് 7 തവണ കഴുകിയാൽ തീരും. എന്നാൽ എന്റെ മനസ്സിന്റെ നജസ് 7000 തവണ കഴുകിയാൽ തീരില്ല. അതിനേക്കാൾ വലിയ അത്ഭുതം, എന്റെ മനസ്സിൽ നജസുണ്ട് എന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പാവം ഒരു പട്ടി നമ്മെ തൊട്ടുപോയാൽ അതിനെ നിയമം അനുസരിച്ച് 7 തവണ കഴുകണം എന്ന് നാം പഠിക്കുന്നു. ശരിയാണ്, നിയമം അങ്ങനെയാണ്, അതോടുകൂടെ പരിഹരിക്കും. എന്നാലോ ഈ പട്ടി തൊട്ടുന്നത് കഴുകണം എന്ന ബോധം നമുക്കുണ്ട്, നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് അതിനേക്കാൾ വലിയ അഴുക്ക് ഇവിടെ ഉണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കണ്ടവനൊക്കെ ശത്രു, കാണാത്തവനും ശത്രു, എല്ലാവരും ശത്രു. എല്ലാവരും ശത്രു. ഹിന്ദു ശത്രു, ക്രിസ്ത്യാനി ശത്രു, മതമുള്ളവൻ ശത്രു, മതമില്ലാത്തവൻ ശത്രു, എല്ലാവരും ശത്രു. എങ്ങനെ ശത്രുവാ? കുല്ലുക്കും മിൻ ആദമ വആദമു മിൻ തുറാബ്. എല്ലാം ആദമിൽ നിന്നാണ്, ആദമോ മണ്ണിൽ നിന്നാണ്. നിങ്ങളിൽ ഒരാൾക്ക് വെളുത്തവന് കറുത്തവനേക്കാളോ അനറബിയെക്കാളോ ഒരു പ്രത്യേക പ്രാധാന്യം ഇല്ല. മാനസികമായ ദൈവിക സമർപ്പണം കൊണ്ടല്ലാതെ. ആരാണ് അള്ളാഹുവിന്റെ മുന്നിൽ കൂടുതൽ സമർപ്പിച്ചതോ അവരായിരിക്കും ഏറ്റവും യോഗ്യൻ എന്ന് മുഹമ്മദ് മുസ്തഫ അവസാനത്തെ ഏറ്റവും പ്രധാനവും പ്രസിദ്ധവുമായ പ്രഭാഷണത്തിലും പുണ്യ റസൂൽ അങ്ങനെയാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടുന്നില്ല. ചിന്തിക്കണം, മനസ്സ് കഴുകണം. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. ഞാൻ ഈ പ്രഭാഷണം 106-ാമത്തെ പ്രഭാഷണം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അള്ളാഹുവിന് അടിമയാവുക, അതിലാണ് വിജയം, അതിലാണ് മനസ്സിന്റെ സന്തോഷം, അതിലാണ് ഉയർച്ച, അതിലാണ് ഉത്ഥാനത, അതിലാണ് പുരോഗതി, അതിലാണ് യശസ്, അതിലാണ് പരിഷ്കാരം. എല്ലാം അതിലാണ് നാം, അതിലാണ് സർവ്വ നേട്ടവും. അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുക.
അതൊരു വാൽകഷ്ണമായി ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് കൂടി ഞാൻ പറയുകയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും തർക്കിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ രണ്ട് വിഭാഗവും ഈ അവസാന കാലത്തിന് തിരികൊളുത്തിയ കാലത്ത് ഒരാളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാ. അത് മറ്റാരുമല്ല, അത് യേശുവാ, സയ്യിദുനാ ഈസാ. രണ്ട് വിഭാഗം ആളുകളും, ക്രൈസ്തവരും മുസ്ലിങ്ങളും, ഒരു നായകനെ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തിനാണ് തമ്മിലടിക്കുന്നത്? ആ ആൾ വരും, വരാനായി, വന്നാൽ പ്രശ്നം തീരും, കുറച്ച് ക്ഷമിക്കുക. ആരാണ് യേശു എന്ന് വന്നാൽ മനസ്സിലാവും. അത്രയല്ലേ ഉള്ളൂ. എന്താ അവിടെ പ്രശ്നം? ഇതിനാണ് ഈ പ്രശ്നം ഊതി വീർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് രക്ഷകൻ വരാനായ ഒരു കാലഘട്ടത്തിൽ ഇനി എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? രക്ഷകൻ വരും. ആരാ രക്ഷകൻ? അത് മറ്റാരുമല്ല, യേശു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. സയ്യിദുനാ ഈസാ വരും, വരാനായി, പ്രശ്നം തീരും. എന്തിന്? രണ്ടു കൂട്ടരും കാത്തിരിക്കുകയാ സയ്യിദുനാ ഈസായുടെ വരവിനെ. മുസ്ലിങ്ങൾ ആയിരക്കണക്കായ പ്രമാണങ്ങൾ സാക്ഷിയാണ് ഈസ വരും. ക്രിസ്ത്യനും അനവധി പ്രമാണങ്ങളെ സാക്ഷ്യപ്പെടുത്തി കാത്തിരിക്കുകയാ യേശുവിന്റെ രണ്ടാം വരവിന്. ഉടമക്കാരന്റെ അടിമയാകാൻ ഓരോരുത്തരും ശ്രമിക്കും. ഉടമക്കാരൻ്റെതാണ് ഇതെല്ലാം, ഉടമക്കാരൻ്റെതാണ്. നമ്മൾ കാലത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന ചില ആളുകൾ മാത്രമാണ്. നമുക്കൊരധികാരമില്ല, നമുക്കൊരർഹതയുമില്ല, നമുക്കൊരധികാരമില്ല, നമ്മുടേതായി ഇവിടെ ഒന്നുമില്ല. സ്വന്തം എന്ന് പറയാൻ സ്വന്തമായി ഒന്നുമില്ല. നമ്മൾ പോലും നമ്മുടെ സ്വന്തമല്ല. നാം പോലും നമ്മുടെ സ്വന്തമല്ല. എല്ലാം അവന്റെ സ്വന്തമാണ്. അങ്ങനെയുള്ള നാം അവനെ സ്വന്തമാക്കിയാൽ രക്ഷപ്പെടും. നാം പോലും നമ്മുടെ സ്വന്തമല്ല. സ്വന്തമായി ഒന്നുമില്ല. എന്നാൽ നമുക്കൊരവസരമുണ്ട് അവനെ സ്വന്തമാക്കുക. ഓരോരുത്തരും, ഭൂമിയിലെ 730 കോടി ജനങ്ങൾക്കും അവസരമുണ്ട് അവനെ സ്വന്തമാക്കുക. ആരെ? അല്ലാഹ്. അവൻ ആരാണ്? അവൻ സർവേശ്വരനായ അല്ലാഹുവാണ്. ഒരു തരം ബലാത്കാരവും അവൻ അംഗീകരിക്കുകയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാം മതത്തിലേക്ക് ഒരാളെയും നിർബന്ധിച്ചുകൂടാ. പ്രമാണം, ഇസ്ലാം മതത്തിലേക്ക് ഒരാളെയും നിർബന്ധിക്കരുത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിലേക്ക് ബലപരീക്ഷണമില്ല. മതത്തിലേക്ക് ഒരാളെ ബലമായി വലിക്കലില്ല. ഒന്നുമില്ല, ഒരു കുതന്ത്രവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരാളെ മതത്തിലാക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? മതത്തിന് വേണ്ടത് മനസ്സാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല, പകരം നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥ അടിമയാവുക. യഥാർത്ഥ അടിമക്ക് 4 ഗുണങ്ങളുണ്ടാകും. ഒന്ന്, അൽ വഫാഉ ബിൽ ഉഹൂദി. 2, വൽ ഹിഫ്ളു ലിൽ ഹുദൂദി. 3, അർളിളാ ബിൽ മൗജൂദി. 4, അസ്സബ്റു അനിൽ മഫ്ഖൂദി. 4 കാര്യം വേണം. 1, അവന്റെ കരാർ പാലിക്കുക. 2, അവന്റെ അതിർത്തികളെ സൂക്ഷിക്കുക. 3, അവൻ തന്നതിൽ സംതൃപ്തനാവുക, സംപ്രീതനാവുക. 4, ഇല്ലാത്തതിൽ ക്ഷമിക്കുക. ഇത് തന്നെ. അപ്പോൾ നമ്മൾ ആരാവും? നമ്മൾ അടിമയോ? അടിമയായാലോ? അടിമയായാൽ മണ്ണും വിണ്ണും നമ്മുടെ സ്വന്തം. അടിമയായാൽ മണ്ണും വിണ്ണും നമുക്ക് സ്വന്തം. നാം രക്ഷപ്പെടും, നാം വാഴ്ത്തി പറയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാലോകങ്ങളിൽ അവന്റെ നാമം പറയപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിന്റെ അടിമയാകുമ്പോഴാണ്. അതാണ് സന്തോഷം, അതാണ് സായുജ്യം, അതാണ് പുരോഗതി, അതാണ് യശസ്, അതാണ് ഖുർആൻ പറയുന്ന ഭാഷ്യം. അതും കൊണ്ടായിരുന്നു സയ്യിദുനാ ഈസാ മാലോകരിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സയ്യിദുനാ മൂസ വന്നത്. അതുകൊണ്ടാണ് സയ്യിദുനാ ഈസ വന്നത്. എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് അത് പറയാൻ വേണ്ടിയാണ്. നീ നിനക്ക് സ്വന്തമല്ല, എല്ലാം അവന്റെ സ്വന്തമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. നീ നിന്റേതല്ല, എല്ലാം അവന്റേതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ വേദങ്ങളും വന്നിട്ടുള്ളത്. നിനക്കായി ഒന്നുമില്ല, നീ അവന്റേതാണ്.
പക്ഷേ ഇനി നിന്റെ മനസ്സ് കൂടി അത് അംഗീകരിച്ചാൽ മതി, അപ്പോൾ വിജയിച്ചു. അപ്പോൾ യാഥാർത്ഥ്യവും നമ്മുടെ മനസ്സും താദാത്മ്യപ്പെട്ടു. അതിനേക്കാൾ വലിയ വിജയമില്ല.